നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് യാദൃശ്ചികമാണെന്ന് കരുതുന്നുണ്ടോ? പക്ഷെ സത്യം അതല്ല. നിങ്ങൾ ഈ നിമിഷം ഈ വീഡിയോയിൽ എത്തിയത് ഒരു ദൈവസൂചനയുടെ ഭാഗമാണ്. നിങ്ങളുടെ മുന്നിൽ 2 ദൈവ ചിത്രങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ഗുരുവായൂരപ്പന്റെ ചിത്രം, രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് ചോറ്റാനിക്കര ഭഗവതിയുടെ ചിത്രമാണ്. ഈ 2 ചിത്രങ്ങളിൽ നിന്ന് നിങ്ങളുടെ മനസ്സ് സ്വാഭാവികമായും ഒരിടത്തേക്ക് പോയിരിക്കും. അത് വെറുമൊരു ഇഷ്ടമല്ല, അത് നിങ്ങളുടെ ഭാവിയുടെ സൂചനയാണ്. ഇപ്പോൾ തന്നെ മനസ്സിലുറപ്പിച്ച് നിങ്ങളൊരു ചിത്രം തിരഞ്ഞെടുത്തോളൂ. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചിത്രം നിങ്ങളുടെ ജീവിതത്തിലെ അടുത്ത സംഭവങ്ങളുടെ വാതിലാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് സാധാരണ വാക്കുകളല്ല. ചിലർക്കിത് ഭയം നൽകും, ചിലർക്കിത് പ്രതീക്ഷ നൽകും, ചിലർക്കിത് ജീവിതം മാറ്റുന്ന സന്ദേശമാകും. അപ്പൊ നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ എങ്ങനെയാണ് ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. ആദ്യം തന്നെ ശാന്തമായ ഒരു സ്ഥലത്തിരിക്കുക. മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് മനസ്സിൽ നിങ്ങളുടെ ഇഷ്ടദൈവത്തെ പ്രാർത്ഥിക്കുക. കണ്ണുകൾ അടച്ചുകൊണ്ട് ഇഷ്ടദൈവത്തോട് നിങ്ങളുടെ ജീവിതത്തിലുള്ള സങ്കടങ്ങൾ പറയുക. ഇനി അങ്ങോട്ടെങ്കിലും ജീവിതത്തിൽ നല്ലത് മാത്രം വന്നു ഭവിക്കണമേ, ആഗ്രഹങ്ങളെല്ലാം നേടിത്തരാൻ കൂടെ നിൽക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുകൾ തുറക്കുന്ന സമയത്ത് ഇതിൽ ഏത് ചിത്രത്തിലേക്കാണ് നിങ്ങളുടെ മനസ്സ് ചായുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത്, ആ ഒരു ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇങ്ങനെ നിങ്ങളൊരു ചിത്രം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നോട്ടുള്ള ഭാവി കൃത്യമായിട്ട് നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഇനി ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക. ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിന്റെ കൃത്യത, ജെന്യൂനിറ്റി എത്രമാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. ഇനി നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. ഏറ്റവും ആദ്യം തന്നെ ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള ഗുരുവായൂരപ്പന്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ ഗുരുവായൂരപ്പന്റെ ചിത്രം തിരഞ്ഞെടുത്തവരാണെങ്കിൽ ഇത് വളരെ അപൂർവമായിട്ടുള്ള ഒരു സൂചനയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ചേഞ്ച് സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് സാധാരണ കാലഘട്ടത്തിലൂടെയല്ല, ഇത് നിങ്ങളുടെ വിധി മാറുന്ന സമയമാണ്. ഏറ്റവും ആദ്യം തന്നെ ഭയപ്പെടുത്തുന്ന ഒരു സൂചനയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ ഒരു അസാധാരണ അനുഭവം കാണും. അത് പല രീതിയിലാകാം. ഒന്നുകിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സ്വപ്നമാകാം, അല്ലെങ്കിൽ രാത്രി ഉറക്കത്തിൽ ഒരു പേര് കേൾക്കുന്നതാകാം, ഒരേ സമയം ഒരേ സംഖ്യ വീണ്ടും വീണ്ടും കാണുന്നതാകാം. ഇത് വെറും യാദൃശ്ചികമല്ല, ഗുരുവായൂരപ്പൻ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. പലരും ഈ സൂചനകൾ അവഗണിക്കും. പക്ഷെ അവഗണിക്കുന്നവർക്ക് പിന്നീട് പശ്ചാത്താപം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന അപകടത്തെക്കുറിച്ചുള്ള സൂചനയായിട്ട് നിങ്ങൾ ഇതിനെ കാണേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിങ്ങളെ സ്നേഹിക്കുന്നവരെന്ന് നടിക്കുന്ന ഒരാളുണ്ടാകാം. അത് ഒന്നുകിൽ അടുത്ത ബന്ധുവാകാം, അല്ലെങ്കിൽ അടുത്ത സുഹൃത്താകാം, അല്ലെങ്കിൽ ജോലി സ്ഥലത്തെ ഒരാളായിരിക്കാം. ഈ വ്യക്തി നിങ്ങളുടെ മുന്നേറ്റം സഹിക്കാത്ത ആളായിരിക്കും. അടുത്ത 30 ദിവസത്തിനുള്ളിൽ ഈ വ്യക്തിയുടെ യഥാർത്ഥ മുഖം വെളിപ്പെടും എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ നിങ്ങളെ ഞെട്ടിക്കും. നിങ്ങൾ ഒരുപാട് വിശ്വസിച്ച ആ വ്യക്തി നിങ്ങളെ ചതിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളെ വഞ്ചിക്കുകയാണ് എന്ന് തിരിച്ചറിയുമ്പോൾ നിങ്ങൾ മാനസികമായും ശാരീരികമായും തളർന്നേക്കാം. പക്ഷെ ഗുരുവായൂരപ്പൻ നിങ്ങളോട് പറയുന്നത് നിനക്ക് നഷ്ടമാകുന്നതല്ല, നിന്നെ തടഞ്ഞു നിന്നത് മാറുകയാണ്. ആ കാര്യമാണ് നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത്. ഇനി അടുത്തതായിട്ട് ശക്തമായിട്ടുള്ള സാമ്പത്തിക പ്രവചനമാണ്. നിങ്ങൾക്ക് അടുത്ത 60 ദിവസത്തിനുള്ളിൽ ഒരു വലിയ സാമ്പത്തിക വഴിത്തിരിവ് അനുഭവപ്പെടും. അത് ഒന്നുകിൽ പെട്ടെന്ന് ലഭിക്കുന്ന ഒരു പണമാകാം, അല്ലെങ്കിൽ പഴയ കടം തീരുക എന്നുള്ള ഒരു കാര്യമായിരിക്കാം. ഇനി അതുമല്ലെങ്കിൽ നഷ്ടപ്പെട്ട പണം തിരികെ വരുന്നതാകാം. പക്ഷെ ഇവിടെ ഒരു ഭയമുണ്ട്. ഈ സമയത്ത് നിങ്ങൾ തെറ്റായ ഒരാളെ വിശ്വസിച്ചാൽ പണം നഷ്ടപ്പെടാം. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ നിങ്ങൾ വളരെയധികം ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഗുരുവായൂരപ്പന്റെ മുന്നറിയിപ്പ് ഇങ്ങനെയാണ്: പണം വരും, പക്ഷെ ആരെ വിശ്വസിക്കണം എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് ബന്ധങ്ങളിലെ രഹസ്യ പ്രവചനമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മറക്കാൻ ശ്രമിച്ച ഒരാൾ വീണ്ടും വരികയാണ്. അത് ഒന്നുകിൽ പഴയ പ്രണയമാകാം, അല്ലെങ്കിൽ പഴയ സുഹൃത്താകാം.
ഇനി അതുമല്ലെങ്കിൽ ഒരിക്കൽ നിങ്ങളെ വേദനിപ്പിച്ച ഒരു വ്യക്തിയായിരിക്കാം. ഈ വ്യക്തി വീണ്ടും വന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിക്കും. എന്നാൽ അത് ഒരു ബ്ലെസ്സിങ് ആകുമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കായിരിക്കുമോ എന്നുള്ളത് അത് നിങ്ങളുടെ തീരുമാനത്തിലാണ് ഇരിക്കുന്നത്. ഗുരുവായൂരപ്പന്റെ ഭയപ്പെടുത്തുന്ന പ്രവചനം ഇങ്ങനെയാണ്: അടുത്ത 3 മുതൽ 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഷോക്കിംഗ് ന്യൂസ് വരും. അത് ഒരു വലിയ അവസരമായിരിക്കാം, ഒരു വലിയ നഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ ജീവിതം മാറ്റുന്ന വിവരമായിരിക്കാം. പലരും ഭയപ്പെടും. പക്ഷെ ഗുരുവായൂരപ്പൻ പറയുന്നുണ്ട്, നീ ഭയപ്പെടേണ്ട, ഈ മാറ്റം നിന്നെ ഉയർത്താനാണ്. ആ ഒരു കാര്യത്തിലാണ് നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കേണ്ടത്. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ഊർജം അത് ഭഗവാൻ തന്നെ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ജീവിതത്തിൽ വീഴ്ചയും തകർച്ചയും ഒപ്പം വിജയവും ഉയർച്ചയും ഉണ്ടാകും. അത് എല്ലാം ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സാണ് നമ്മൾ പാകപ്പെടുത്തേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള ഗുരുവായൂരപ്പന്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള ചോറ്റാനിക്കര ഭഗവതിയുടെ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ ചോറ്റാനിക്കര ഭഗവതിയുടെ ചിത്രം തിരഞ്ഞെടുത്തവരാണെങ്കിൽ ഇത് സാധാരണ സൂചനയല്ല. ഇത് ഒരു ശക്തമായിട്ടുള്ള സ്പിരിച്വൽ വാണിംഗ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ നീണ്ട നാളായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു നെഗറ്റീവ് ശക്തി അവസാനിക്കാൻ പോവുകയാണ്. ഭയപ്പെടുത്തുന്ന ഒരു നെഗറ്റീവ് സൂചന എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ച ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. പെട്ടെന്ന് വന്ന പ്രശ്നങ്ങൾ, വളരെ പെട്ടെന്നാണ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉടലെടുത്തത്. കാരണമറിയാത്ത പല തടസ്സങ്ങളും നിങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന ബന്ധങ്ങൾ അല്ലെങ്കിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ആളുകളുമായിട്ട് വളരെ പെട്ടെന്ന് പിണക്കമുണ്ടാകുന്ന സാഹചര്യം അല്ലെങ്കിൽ ബന്ധങ്ങളിൽ വിള്ളൽ വീഴുന്ന സാഹചര്യം, ഇത് വെറും യാദൃശ്ചികമല്ല. നിങ്ങളുടെ മേൽ ഒരു നെഗറ്റീവ് എനർജി പ്രവർത്തിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ ഭഗവതി അത് തകർക്കുകയാണ്. അതുകൊണ്ട് മാത്രമാണ്, ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ വീഡിയോ നിങ്ങളുടെ കണ്ണിൽപ്പെട്ടതും നിങ്ങൾ ഈ 2ാം നമ്പർ ചിത്രമായിട്ടുള്ള ചോറ്റാനിക്കര ഭഗവതിയെ തന്നെ തിരഞ്ഞെടുത്തത്. ഇനി അടുത്തതായിട്ട് ഭഗവതി നൽകുന്ന ശക്തമായിട്ടുള്ള ഒരു സൂചനയെ കുറിച്ച് പറയാം. അടുത്ത 9 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഒരു അത്ഭുത സൂചന കാണും. ഒരേ ദൈവനാമം വീണ്ടും വീണ്ടും കേൾക്കുന്ന ഒരു സാഹചര്യമാകാം, അല്ലെങ്കിൽ ഒരേ സമയം ഒരേ സ്വപ്നം കാണുന്ന സാഹചര്യമാകാം, ഒരു പ്രത്യേക ക്ഷേത്രം മനസ്സിൽ വരുന്നതാകാം. ഇത് ഭഗവതിയുടെ വിളിയാണ്. പലരും ഇത് അവഗണിക്കും. പക്ഷേ അവഗണിച്ചാൽ അവസരം നഷ്ടപ്പെടും എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. നിങ്ങളുടെ ചുറ്റുപാടിൽ നിങ്ങളെ അസൂയയോടെ കാണുന്ന ഒരാളുണ്ട്. അത് നിങ്ങളുടെ ബന്ധുക്കളിൽ ഒരാളാകാം, അല്ലെങ്കിൽ ജോലി സ്ഥലത്തുള്ള ഒരാളാകാം, ഇനി അതുമല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളിൽ തന്നെയുള്ള ഒരു വ്യക്തിയാകാം. ഈ വ്യക്തി നിങ്ങളുടെ വിജയത്തെ തടയാൻ ശ്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഭഗവതി പറയുന്നത് നിന്റെ ശത്രു തന്നെ നിന്റെ വിജയത്തിന്റെ സാക്ഷിയാകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പതറാതെ തളരാതെ നിങ്ങൾ മുന്നോട്ട് പോവുക എന്നതാണ് നിങ്ങൾക്ക് നൽകുന്ന സൂചന. ഇനി നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത 21 മുതൽ 45 ദിവസത്തിനുള്ളിൽ ഒരു വലിയ സാമ്പത്തിക തീരുമാനമെടുക്കാനുള്ള അവസരം വന്നു ചേരും. അത് ഒരു വീട് വയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാകാം, അല്ലെങ്കിൽ ഒരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാകാം, ഇനി അതുമല്ലെങ്കിൽ വലിയ ഒരു പണമിടപാടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാകാം. ഇത് ഒരു റിസ്കി ഡിസിഷൻ ആയിരിക്കും. പക്ഷെ ശരിയായ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം പൂർണ്ണമായിട്ടും മാറുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ മനസ്സിന്റെ ഒരു രഹസ്യ പ്രവചനത്തെക്കുറിച്ച് പറയാം. നിങ്ങൾ ഒരുപാട് കാലമായിട്ട് പുറമേ ചിരിക്കുന്നുണ്ടെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ ഒരുപാട് വേദനകൾ കൊണ്ട് നടക്കുന്നുണ്ട്. ഭഗവതി പറയുന്നത് നിന്റെ കണ്ണുനീർ ഞാൻ കണ്ടു. അടുത്ത കാലത്ത് നിങ്ങൾ വീണ്ടും ചിരിക്കും. പക്ഷെ ഈ ചിരി സാധാരണ ചിരിയല്ല, നിങ്ങളുടെ ജീവിതം മാറിയ ചിരിയാകും. ഉള്ളിലുള്ള നോവൊക്കെ മാറിയ ചിരിയായിരിക്കും. ഇനി അതുപോലെ തന്നെ ഭഗവതിയുടെ ഭയപ്പെടുത്തുന്ന ഒരു പ്രവചനം കൂടെയുണ്ട്. അടുത്ത 2 മുതൽ 5 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കും. അത് അസാധ്യമായി തോന്നിയ കാര്യം സാധ്യമാകുന്നതാകാം. നിങ്ങളെ അവഗണിച്ചവർ നിങ്ങളെ തേടി വരുന്നതാകാം. നിങ്ങളുടെ വില മനസ്സിലാക്കാത്തവർ നിങ്ങളെ മനസ്സിലാക്കുന്നതാകാം. അത് നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും കൊണ്ടുവരും. ഭഗവതി പറയുന്നത് നിന്റെ സമയം തുടങ്ങി എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് 2ാമത്തെ ചിത്രമായിട്ടുള്ള ചോറ്റാനിക്കര ഭഗവതിയെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് പറയാനുള്ളത്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏത് ചിത്രം തിരഞ്ഞെടുത്താലും ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളുടെ ജീവിതം ഇനി പഴയ പോലെ ആയിരിക്കില്ല.
പലരും ചോദിക്കും, എനിക്ക് എന്തുകൊണ്ട് ഇത്ര പരീക്ഷണങ്ങൾ? പക്ഷെ സത്യം ഇതാണ്, വലിയ ഉയർച്ചയ്ക്ക് മുൻപ് വലിയ പരീക്ഷണങ്ങൾ വരും. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന വേദന നാളെ നിങ്ങൾ പറയുന്ന വിജയകഥയുടെ തുടക്കമാണ്. അപ്പോൾ ഒരു നിമിഷം നിങ്ങളൊന്ന് കണ്ണടയ്ക്കുക, നിങ്ങളുടെ ഭാവി മനസ്സിൽ കാണുക. സമാധാനം, സമ്പത്ത്, സന്തോഷം ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കുക, ദൈവം നൽകുന്ന സൂചനകൾ അവഗണിക്കരുത്. കാരണം ചില സൂചനകൾ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ വരൂ. നിങ്ങൾ തിരഞ്ഞെടുത്ത ദൈവം നിങ്ങളുടെ വഴികാട്ടിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക. നന്ദി.